ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും തട്ടുകട സ്റ്റൈലിൽ ഒരു സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് പാനിപ്പൂരി തയ്യാറാക്കാനായിട്ട് നമുക്ക് പഠിച്ചിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കണം. ആദ്യം തന്നെ ഞാൻ ഇവിടെ 2 സവോള എടുത്തിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി മല്ലിച്ചപ്പും കൂടി കുഞ്ഞാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് ഒന്ന് ആദ്യം തന്നെ കട്ട് ചെയ്ത് നമ്മളൊന്ന് മാറ്റി വെക്കുവാണ് കേട്ടോ. ഇത് ഈ ഒരു മല്ലിച്ചപ്പും ഇതൊക്കെ ചേരുമ്പോൾ തന്നെയാണ് നമ്മൾ വീട്ടിലുള്ള പേടിക്കൊന്നും വേണ്ട, നമ്മളെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട്. കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട. പുറത്ത് തട്ടുകടയിൽ കഴിക്കുന്നതിലും കട്ട ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ സിമ്പിളാണ്. നമുക്ക് കുട്ടിക്കുട്ടങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണല്ലോ അല്ലേ. അപ്പോൾ ഞാനിവിടെ ഒരു 7-8 കിഴങ്ങ്, എൻ്റെ കിഴങ്ങ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ 8-9 കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. 8-9 എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കുക്കറിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുക്കർ തീയൊക്കെ ഒന്ന് കത്തിച്ച് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് പുഴുങ്ങിയെടുക്കണം ആദ്യം തന്നെ കിഴങ്ങിട്ട്. അല്ലാതെ കിഴങ്ങ് സെപ്പറേറ്റ് തോലൊക്കെ കളഞ്ഞ് വേവിച്ചെടുത്ത് ഉടച്ച് അങ്ങനെ ചെയ്യരുത്. ഡയറക്റ്റ് ഇങ്ങനെ പുഴുങ്ങി തന്നെ എടുക്കണം കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്നതിന് കേട്ടോ. ഒരു 2 വിസിലടിച്ചാൽ തന്നെ കിഴങ്ങ് നല്ല രീതിക്ക് വെന്ത് കിട്ടും. ഇതിന് നമുക്ക് ഉടച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ മസാലക്കൂട്ട് ആദ്യം എടുത്ത് വെച്ച സവോളയിലേക്കും അതുപോലെ തന്നെ മല്ലിച്ചപ്പിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചേർത്ത് ഇങ്ങനെ മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ഇതിലേക്കൊരു പാനി വേണം. അതിന് വേണ്ടിയിട്ട് പാനി പ്രിപ്പറേഷൻ ഞാൻ കാണിച്ചിട്ടില്ല. ഇതെന്താണെന്ന് വെച്ചാൽ തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് പുളി പിഴിഞ്ഞിട്ടുണ്ട്. പുളിവെള്ളമാണ്. അതിലേക്ക് വെല്ലം പിന്നെ ഉരുക്കി ഒഴിച്ചു. ഒരല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ളൊരു പാനിയാണ്. അത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കണം. അതുകൊണ്ട് ആദ്യം തയ്യാറാക്കിയതാണ്. ലെങ്ത്ത് വീഡിയോയുടെ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്. പിന്നെ ഇതൊരു ഗ്രീൻ പാനി, അതായത് കട്ടാമിട്ട പാനി എന്ന് അതിന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ മല്ലിച്ചപ്പാണ്. അതിൻ്റെ കൂടെ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിന് പുളി, ഒരു 1/2 പീസ് നാരങ്ങ, ഒരു 3 പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നാരങ്ങേൻ്റെ കുരുവും അതുപോലെ തന്നെ തോലും അതൊന്നും നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് കൈപ്പരസം ഒന്നും തന്നെ വരാൻ വേണ്ടിയിട്ട് പാടില്ല. അതുകൊണ്ട് ഇതിൻ്റെ ലെമൺ ജ്യൂസ് മാത്രം നമുക്ക് മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിലേക്ക് നമ്മളൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇതെങ്ങനെയാണ് ഈ ഒരു പാനി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. ഒരു മിക്സീൻ്റെ ജാർ എടുക്കുക ആദ്യം തന്നെ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഓരോ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി വെച്ചിട്ട് നമ്മളിതൊന്ന് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കേണ്ടതുണ്ട് ഈ പാനി കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി അത് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാത്രം മതി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതേ മിക്സിയിലേക്ക് നമ്മൾ പിന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു. ഇഞ്ചി പൊടിയാക്കി കട്ട് ചെയ്തിട്ട് ഇഞ്ചി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഇറക്കിയല്ല ചെയ്യുന്നത് കേട്ടോ. ഇത് ആദ്യം ജസ്റ്റ് നമ്മളൊന്ന് നല്ല രീതിക്കൊന്ന് ക്രഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിക്ക് അങ്ങ് അരച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ അരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തത്. അതുപോലെ തന്നെ ഇഞ്ചിയും കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ എടുത്ത് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് പുളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നാരങ്ങ എപ്പോഴല്ല ഉപയോഗിക്കുന്നത്, നാരങ്ങ അവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ പുളി അവിടെ ഇരിക്കട്ടെ. പുളി നമുക്ക് പിഴിഞ്ഞൊഴിച്ചാലും മതി, അല്ലെങ്കിൽ കുരു കളഞ്ഞിട്ട് ഇതിലിട്ട് അരക്കുകയും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ അതവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ല രീതിക്ക് അടിച്ചിട്ട് അരിപ്പ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് അരിച്ച് പാരുവാണ് കേട്ടോ. എന്നിട്ടത് നല്ലോണം സ്പൂൺ വെച്ചിട്ടൊന്ന് അമർത്തി നല്ല രീതിയിൽ ആ നീര് മൊത്തം നമുക്ക് വേണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ആദ്യം അടിച്ചെടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പുളി ഉണ്ടല്ലോ നല്ല രീതിയിൽ കൈവച്ച് ഞെരടി പിഴിഞ്ഞിട്ട് അരിപ്പ വെച്ച് അരിച്ച് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പുളി പിഴിഞ്ഞു നമ്മളെടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സിയിലിട്ട് ചതച്ച് അതിൽ അരിച്ചൊഴിച്ച് അതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ടു. അതിന് ശേഷം നമ്മളുടെ ഈ ഒരു നാരങ്ങ ഉണ്ടല്ലോ, നാരങ്ങ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് നല്ല വൈറ്റ് റൈസിൻ്റെ ഒക്കെ കൂടെ വെറുതെ കറി പോലെ കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ജ്യൂസ് പോലെ കഴിക്കാനാണെങ്കിലും രസമാണ്. ഇതെന്തുകൊണ്ടും നല്ല കട്ടാമിട്ട പാനി നല്ല അടിപൊളിയായിട്ട് ഉള്ള ടേസ്റ്റാണ്. ആ റെഡ് കളർ പാനിയും ഭയങ്കര രുചിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ 2 പാനികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ്. അപ്പോൾ എല്ലാ പുളിയും ഉപ്പും എല്ലാതും ഒരുമിച്ചുണ്ടോ എന്നൊക്കെ നോക്കി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമ്മളത് തണിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി അടുത്ത് നമുക്ക് മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പാനിപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഏകദേശം ഒരു 1/2 കിലോ റവയുണ്ട്. 1/2 കിലോ റവ ഇത് ഞാൻ വറുത്ത റവ അങ്ങനെയൊന്നും അല്ല കേട്ടോ. പിന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് നല്ല തരിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുള്ള റവയാണ്.
അതിലേക്ക് ആ ഒരു റവ കുതിരാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഇവിടെ ചൂടുവെള്ളം ഒന്നല്ല ഒഴിച്ചിട്ടുള്ള പച്ചവെള്ളം തന്നെയാണ്. നല്ല രീതിയിൽ ഗോതമ്പ് മാവ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് നമുക്കിതിന് വേണ്ടത്. ഒരുപാട് സോഫ്റ്റ് അല്ല, എന്നാലും അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട അത്യാവശ്യം വെള്ളം ഒന്ന് ഒഴിച്ച് നല്ല രീതിക്കൊന്ന് നനച്ച് ഒരു 2-3 സെക്കൻഡ് ഒന്ന് മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമ്മളിത് നല്ല രീതിക്ക് കുഴച്ച് ഒരു 2 സെക്കൻഡ് മാറ്റി വയ്ക്കുമ്പോഴേക്കും ഈ റവയൊക്കെ നല്ലോണം കുതിർന്ന് നല്ലൊരു ഇതായിട്ട് കിട്ടും. അപ്പോൾ കൈ കൊണ്ട് നല്ല രീതിക്ക് തന്നെ കുഴച്ചിട്ട് ഇതുപോലെ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റോളം മാറ്റി വെക്കുക. കുറഞ്ഞതൊരു 10 മിനിറ്റോളം മാറ്റി വെച്ച് നമ്മുടെ ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റുമെന്നറിയോ, ഇത് നല്ല ഡോവ് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ അതേ മാവ് കുഴച്ച് നമ്മൾ മാറ്റി വെച്ചപ്പോഴേക്കും നമ്മൾ പുഴുങ്ങാൻ വെച്ചിട്ടുള്ള കിഴങ്ങൊക്കെ പുഴുങ്ങി വിസിലടിച്ച് ഇത് കണ്ടോ 2 വിസിലടിച്ചപ്പോഴേക്കും നല്ല പെർഫെക്റ്റായിട്ട് തോല് ഇതുപോലെ ഇളകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തണിയാനായിട്ട് കുറച്ച് നേരം കുക്കറൊന്ന് തുറന്ന് വെക്കുക. നല്ല രീതിയിൽ തോലൊക്കെ ഒന്ന് ഇതുപോലെ പൊളിച്ച് മാറ്റിയതിന് ശേഷം ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഉടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എടുത്തിട്ടുള്ളത് നമ്മുടെ കടകോലുണ്ടല്ലോ, നമ്മുടെ നെയ്യ് വെണ്ണയൊക്കെ കടയുന്ന കോലുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സ്പാച്ചുല എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ലോണം ഈ ഒരു പൊട്ടറ്റാസ് നല്ലോണം ഉടച്ച് വെക്കണം കേട്ടോ. ഉടച്ച പൊട്ടറ്റാസാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എത്രത്തോളം വീട്ടിൽ ആളുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ മാവ് എടുക്കേണ്ടതും. ഈ കട്ടാമിട്ട പാനിയും പിന്നെ ഈ ഗ്രീൻ പാനി എടുക്കേണ്ടത്, അതുപോലെ പൊട്ടറ്റോസൊക്കെ അങ്ങനെയാണ് എടുക്കേണ്ടത്. അതൊക്കെ നമ്മളെ ആളുകളനുസരിച്ച് നമുക്ക് വേണ്ട എമൗണ്ട് അനുസരിച്ച് കുട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 8-9 പൊട്ടറ്റയാണ് എടുത്തിട്ടുള്ളത്. കാരണം വളരെ ചെറിയ പൊട്ടറ്റോസ് ആയിരുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ഒരു പാത്രത്തിലിട്ടിട്ട് ചൂടൊന്ന് പോയി കഴിഞ്ഞപ്പോൾ തോലൊക്കെ പൊളിച്ച് ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ അല്ലാതെ തോല് പിന്നെ ചെത്തിക്കളഞ്ഞിട്ട് പീസസ് ആയിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുമ്പോഴും ഭയങ്കരമായിട്ട് ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കിഴങ്ങ് ഉടച്ച് മാറ്റി വെച്ചതിലേക്ക് ഏറ്റവും ആദ്യം നമ്മൾ എന്താണ് ചെറിയ സ്ക്വയർ പീസസ് ആക്കിയിട്ട് സവോളയും അതുപോലെ തന്നെ മല്ലിച്ചപ്പും കട്ട് ചെയ്തിട്ട് ഉപ്പും കൂടി ഒന്നിട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്രയും നേരം ഇരുന്നപ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ സവോളയിലേക്ക് ഉപ്പൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അത് ഈ ഒരു മാവിലേക്ക് ഇട്ടിട്ട് അങ്ങ് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ പീസ് നാരങ്ങയും കൂടി ഒന്ന് ഞാനിതിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ ഈ ഒരു മാവുണ്ടല്ലോ, ഈ ഒരു കൂട്ടുണ്ടല്ലോ, ഇതിങ്ങനെ കഴിക്കാനായിട്ടും ഭയങ്കര രുചിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടേ, ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. കാരണം ആ ഒരു ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ, അതും കാണിക്കാനായിട്ട് വിട്ടുപോയതാണേ. ഇത്തിരി കുരുമുളക് പൊടി, ഒരു ചെറിയ പീസ് നാരങ്ങ, പിന്നെ ഇതിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. പിന്നെ സവോളയിലേക്കും മല്ലിയിലേക്കും ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേരുന്നൊരു ടേസ്റ്റ് അതിഗംഭീരമാണ്. നല്ല രീതിക്ക് നമ്മുടെ ഈ ഒരു മാവ്, അതിൻ്റെ പാനിപ്പൂരിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഈ ഒരു മാവ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മളെ മാവൊന്ന് നോക്കി നോക്കാം. ഇതേണ്ട റവ കൊണ്ട് കുഴച്ച് വെച്ചിട്ടുള്ള നമ്മളെ മാവ് നോക്കി എത്രത്തോളം സോഫ്റ്റ് ആയിരുന്നു. ഈ ഒരു സോഫ്റ്റ്നെസ്സാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അതിലുള്ളിൽ ഇടാനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ 2 പാനികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചപ്പോഴത്തേക്ക് നല്ലോണം തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്തെടുത്ത് വെച്ചതാണ് കേട്ടോ. തണുപ്പിച്ചില്ല എന്ന് വെച്ചിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. തണുക്കാത്ത പാനി തന്നെ മതി, നമുക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. നമുക്ക് തട്ടുകടയിൽ നിന്ന് കഴിക്കുന്നതിനെക്കാട്ടിയും ഭയങ്കര ഡിഫറൻസ് ഉണ്ട് നമ്മളെ വീട്ടിൽ മേക്ക് ചെയ്യുമ്പോൾ. അതെല്ലാവരും ശ്രദ്ധിക്കണം. തട്ടുകടയിൽ നമുക്ക് ഒരു വട്ടം കഴിച്ചിട്ട് പിന്നെ അത് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുക. റെഡിമെയ്ഡായിട്ട് നമുക്ക് പൂരി വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് വലിയൊരു ചപ്പാത്തി പോലെ നല്ല വലിയൊരു തട്ടിൻ്റെ മുകളിൽ ഞാനങ്ങ് പരത്തി, വലിയ വൃത്തിയുള്ള നല്ല കൗണ്ടർ ടോപ്പൊക്കെ ഉള്ളവർക്ക് അതിൻ്റെ മുകളിലിട്ടിട്ട് പരത്തിയെടുത്താൽ മതി കേട്ടോ. നല്ല നീളത്തിൽ പരത്തി കുറച്ച് ഡോ എടുത്തിട്ട്, കുറച്ചധികം ഡോ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് പരത്തിയിട്ട് അത്യാവശ്യം നല്ല തിക്കിന് തന്നെ കുറച്ച് കനത്തിൽ ഇതുപോലെ ഒരു കുഞ്ഞടപ്പ് വെച്ചിട്ട് ഒരു കുഞ്ഞി കുട്ടി പൂരീസാക്കിയിട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇവിടെ എന്താ പറയുക, ചെറുതായിട്ടെങ്കിലും ഇത് ഒട്ടിപ്പിടിക്കുന്ന ഒരു പേടിയുള്ളവർക്ക് വലിയൊരു പാത്രമോ അല്ലെങ്കിൽ വലിയ ഒരു പത്രമോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വെച്ചാൽ മതി. ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് പൊടി ഇട്ടിട്ട് പ്ലേറ്റിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇത്
പിന്നെ ആദ്യത്തെ കുറച്ച് മേളിലൊക്കെ ഇട്ടിപ്പോൾ അടിയുള്ളത് കുറച്ച് കൊട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് പൂരി പൊരിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. സൺഫ്ലവർ ഓയിൽ ചീനച്ചട്ടിയിൽ ഒഴിച്ചു. നല്ല രീതിയിൽ അത് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മുടെ പൂരി അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇടുന്ന വശം തന്നെ പൂരി നല്ലോണം പിന്നെ ബബിളായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പിന്നെ പൂരീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എത്ര ടൈം ഇതിങ്ങനെ ഇരുന്നാലും ഒട്ടും തന്നെ അത് തണുത്ത് പോവുകയോ ഈ ഒരു പൂരീൻ്റെ ഈ ഒരു പൊങ്ങി വന്നത് താന്നു പോവുകയൊന്നും ചെയ്യില്ല. നല്ല ക്രിസ്പായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വേണ്ടതും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എന്താ പറയുക, ഗോതമ്പ് പൊടി കൊണ്ടോ മറ്റുള്ള പൊടികളൊന്നും ഉപയോഗിച്ചിട്ട് തന്നെ ഇതിൻ്റെ പൂരി ഉണ്ടാക്കരുതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് താന്നു പോകാതിരിക്കാനാണ്. അപ്പോൾ അത് എല്ലാ പൂരിയും നമ്മൾ ഇതുപോലെ തന്നെ എല്ലാം കുറച്ച് കുറച്ചിട്ടിട്ട് എല്ലാ പൂരിയും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കിയത് കുറച്ചൊക്കെ ഷേപ്പ് വ്യത്യാസം വന്നിട്ടുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ പ്ലേറ്റിൽ അങ്ങനെ വെച്ചപ്പോൾ ആദ്യം ഇത്തിരി പൊടി കുറഞ്ഞു പോയത് കൊണ്ട് തന്നെ ആദ്യം ഇട്ടത് ഒട്ടിപ്പിടിച്ചു. ഇത് കണ്ടോ, നിങ്ങൾക്ക് സൗണ്ട് കേട്ടോന്ന് എനിക്കറിയില്ല. പിന്നെ എന്താ പറയുക, നല്ല ക്രിസ്പായിട്ട് ഇങ്ങനെ അത് പൊടിച്ച് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആദ്യം ഉണ്ടാക്കി വെച്ച മാവാണ് കേട്ടോ. നല്ല രുചിയുള്ള മാവാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 1 ടീസ്പൂൺ അളവിൽ അതിലേക്ക് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാവല്ല, നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കിഴങ്ങിൻ്റെ കൂട്ട്, കിഴങ്ങും സവോളയും മല്ലിച്ചപ്പൊക്കെ കൂടി നല്ല ടേസ്റ്റാണത് വെറുതെ കഴിക്കാൻ. അതിലേക്ക് നമ്മൾ പിന്നെ റെഡ് പാനി ഒഴിച്ചു കൊടുത്തു. പിന്നെയാണ് നമ്മൾ ഈ ഒരു ഗ്രീൻ പാനി ഒഴിക്കുന്നത് കേട്ടോ. രണ്ടിനും ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നല്ല രസമാണ് രണ്ടും കൂടി കഴിക്കാനായിട്ട്. ഇതുണ്ടോ, നല്ല തണുപ്പുണ്ട് ആ പാനിക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അത് കാണുമ്പോൾ തന്നെ കൊതി വരിക കേട്ടോ. അപ്പോൾ എനിക്കിത് എഡിറ്റ് ചെയ്യുമ്പോഴും കൂടി വായിൽ വെള്ളം വരിക, അത്രയും ടേസ്റ്റാണ്, വെറുതെ പറയുന്നതേ അല്ല കേട്ടോ. നമ്മളിത് ടൗണിൽ പോയിട്ട് തട്ടുകടയിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ, ഉത്സവപ്പറമ്പിൽ നിന്ന് കഴിക്കുകയാണെങ്കിലൊക്കെ ഒരു 4-5 എണ്ണമാണ് ഒരു പ്ലേറ്റിൽ അവർ നമുക്ക് തരുന്നത്. അത് തരുന്നതിൽ ആ 4-5 എണ്ണമുള്ള ഒരു പ്ലേറ്റിന് തന്നെ 80 രൂപ അല്ലെങ്കിൽ 90 രൂപ വെച്ചാണ് അവർ വാങ്ങുന്നത്. പക്ഷേ ഇത്രയൊന്നും ടേസ്റ്റ് അതിനൊട്ടുമില്ല കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പക്ക പെർഫെക്റ്റ്, ഒരുപാടങ്ങ് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞില്ലെങ്കിലും പക്ഷേ ടേസ്റ്റ് ബേസ് നോക്കുകയാണെങ്കിൽ അതിഗംഭീര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും തന്നെ ഒരുപാട് സ്നേഹത്തോടു കൂടി താങ്ക് യു ഫോർ വാച്ചിങ്.